അസ്സലാമു അലൈക്കും. അസ്സ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ചായക്കടകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ബണ്ണാണ്. നമുക്ക് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 250 കപ്പിന് 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ആവശ്യം. അതേ കപ്പിന് 1 കപ്പ് പാല് വേണം. പിന്നെ വാനില എസെൻസ് വേണം. പിന്നെ അതാ 1 സ്പൂണോളം ഹണി വേണം. പിന്നെ അവിടെ ഞാനൊരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 സ്പൂൺ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ബട്ടർ ഇതാ ഞാനൊരു 3 സ്പൂണോളം ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് മെൽറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കപ്പിന് തന്നെ 1 കപ്പ് കൂടെ മൈദ കേട്ടോ. അപ്പോൾ 250 കപ്പിന് 2 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊരളവാണ് കേട്ടോ. ഇതേ അളവിന് തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതാ നമുക്ക് ഈസ്റ്റ് എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം പഞ്ചസാര എന്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പിഞ്ച് ഉപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഹിമാലയ സാൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പിങ്ക് കളറ്. ഇനി നമുക്ക് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യാം മിക്സാക്കി കൊടുക്കാം. ആ ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും എല്ലാ ഭാഗത്തേക്കും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് തേന് വേണം. അപ്പോൾ ആ 1 സ്പൂണ് തേനിൻ്റെ ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേന് ഒഴിക്കൽ നിർബന്ധമാണ് കേട്ടോ. തേന് ഒഴിച്ചാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മൾ തേന് കൂടെ എന്ത് ചെയ്യാണ് ഇതിലേക്ക് എന്ത് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാനില എസെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് വാനില എസെൻസും കൂടെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് പറഞ്ഞാൽ ഒരു കുറച്ച് മതി. നമുക്ക് എന്ത് ചെയ്യാം അതുകൂടെ എന്ത് ചെയ്യുക അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ടയും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള കോഴിമുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത്. അപ്പോൾ അതാ നമുക്കൊരു കോഴിമുട്ടയും കൂടി അതിലേക്ക് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കിയതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് കേട്ടോ അത് കറക്റ്റായിട്ട് അളവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതേമാതിരിക്ക് തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ പാല് ഞാൻ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാലാണ്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച പാലാണ് കേട്ടോ. അപ്പോൾ തണുപ്പ് കൊടുക്കാനെ പാൽ ഒഴിച്ച് കൊടുക്കരുത്. അല്ലെങ്കിൽ ഇളം ചൂടിൽ അല്ലെങ്കിൽ തണുപ്പ് നന്നായി വിട്ട പാൽ തന്നെ വേണം നമുക്ക് ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ 2 കപ്പിന് 1 കപ്പ് പാല് എന്നാണ് കേട്ടോ അളവ്. അപ്പോൾ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. പാൽപ്പാൽപ്പ് ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ട് കൈ വെച്ചിങ്ങാണ്ട് നമുക്ക് കുഴച്ചെടുക്കാനേ ഉള്ളൂ. ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കും കേട്ടോ. അതായത് ലൂസ് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. പാൽപ്പാൽപ്പം പാൽ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുക ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും പാല് പിടിച്ച് നന്നായിട്ട് തന്നെ അതിൽ കിടന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് തന്നെ നമുക്കിത് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതാ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ബട്ടർ എന്ത് ചെയ്യണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. 3 സ്പൂണ് ബട്ടർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും റൂം ടെമ്പറേച്ചർ ബട്ടറാണ്. അപ്പോൾ അതും കൂടെ ചേർത്തുങ്ങാണ്ട് നമുക്കിത് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് ഫുള്ളായി വന്ന് വടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കാം. അതിൽ ബട്ടറും കൂടെ ചേർത്ത് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ഇതൊന്നും കൂടെ ക്രീം പരുവത്തിലായി
നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങാനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതിൽ ക്രീമല്ല നമ്മുടെ ബട്ടർ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ബട്ടർ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ, അത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുകയാണ് നമുക്കിത് ബട്ടർ കൂടി പോയല്ലോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊരിക്കലും കൂടിയിട്ടില്ല. ഇത് കറക്റ്റായിട്ട് കുഴച്ച് വരുമ്പോൾ ഇതിൽ അലിഞ്ഞ് ചേരുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാക്കണം നന്നായിട്ട് തന്നെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനത് കുഴച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതാ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈയുമൊക്കെ ആകെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ബട്ടർ തേച്ചിങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈമത്തൊക്കെ അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് തന്നെ ഇതേമാതിരിക്ക് തന്നെ നമ്മളത് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൈദ കാര്യങ്ങളും ഒന്നും ചേർക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൂസാകുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് കുറച്ച് മൈദ ചേർത്താലോ എന്നുള്ളത്. ഒരിക്കലും ചേർക്കരുത്, ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നല്ല കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല കുഴച്ച് ഞാനിവിടെ എന്ത് ചെയ്യാണ്, റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ക്രീമായിട്ടുണ്ട്, ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഇനി നന്നായിട്ട് പൊന്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്കിത്. അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിലൊന്നും എന്ത് ചെയ്യില്ല, ഇത് പറ്റി പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യുക, ഒരു അലുമിനിയം ഫോയിൽ വെച്ചിങ്ങാണ്ട് ഞാനിതൊന്ന് മൂടി വെക്കുകയാണ് ഒരു 2.5 മണിക്കൂറോളം. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ പൊന്തിക്കിട്ടും. ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ പൊട്ടിച്ചിട്ടോ ഇത് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഒരു 4 സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണിത്. പിന്നെ ഒരു 3 സ്പൂണ് ബട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതൊരു ക്രീം ഞാൻ 2 സ്പൂണോളം ക്രീം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസും കൂടെ വേണം കേട്ടോ, പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം, തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു 2 സ്പൂണോളം ക്രീം എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്കൂപ്പായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ക്രീം എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് വെച്ചിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പൊട്ടി അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് കുറച്ചിങ്ങനെ കട്ടിയായിട്ടാണ് ക്രീം വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ക്രീം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നല്ലതായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് നല്ലോണം വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോർക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നല്ലതായിട്ട് തന്നെ ഒന്ന് ഞാൻ നല്ല ക്രീം ടെക്സ്ചറാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ 3 സ്പൂണോളം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യാണ്, ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൺസാൾട്ടഡ് ബട്ടറും കൂടിയാണ് കേട്ടോ, ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ നല്ലോണം അതിലിട്ടുങ്ങാണ്ട് നന്നായിട്ട് തന്നെ നല്ലോണം മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രീമായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്നായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ചീച്ച് ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് മധുരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മധുരം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി 3 സ്പൂണ് പഞ്ചസാര പൊടിച്ച് അല്ലെങ്കിൽ 2 സ്പൂണ് പഞ്ചസാര പൊടിച്ചിട്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തിനൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അത് തേച്ച് നമ്മളൊന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ.
അപ്പോൾ ഒരു അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, ഒരു 1/2 സ്പൂണോളം മതി. അപ്പോൾ അതാ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളതിൻ്റെ ഉള്ളിലേക്കില്ല ക്രീം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ക്രീം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീം മാത്രം തന്നെ. ഇതന്നെ നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ച് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിവിടെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടില്ല മാവാണിത്, കണ്ടല്ലോ. നമ്മളെ കൈ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരിക്ക് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചാലേ നമുക്കിത് ഇങ്ങനെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഈസിയാണ് കേട്ടോ. എണ്ണ ചൂടാക്കുക, പിന്നെ ഒരു കൈൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ചട്ടിയിലേക്ക് അത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മുടെ ആ കയ്യിലുണ്ടല്ലോ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാവ് അതിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഒരു കയ്യിലെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. വീണ്ടും അതെന്ത് ചെയ്യുക, പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ബൗളായിട്ട് ഇനി കൈ വെച്ചിട്ട് ചെയ്യാൻ വയ്ക്കുന്നുള്ളവർ കൈ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ. എനിക്ക് കൈ വെച്ച് ചെയ്യാൻ അത്രയ്ക്ക് എക്സ്പീരിയൻസ് പോരാ. അപ്പോൾ അതാ എനിക്ക് ഇതാണ് കേട്ടോ ഈസി. ഇതേമാതിരിക്ക് തന്നെ ഒരു കൈലിൻ്റെ ഉള്ളിലേക്ക് അത് ഫില്ലാക്കുക, പിന്നെ അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് വിട്ട് പോയി കിട്ടും, അതായത് കയ്യിൽ നിന്ന് വിട്ട് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അത് പൊരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തീ ഒന്ന് അല്പം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഇത്. അപ്പോൾ കൂടുതൽ നേരം അടുപ്പിൽ വെക്കരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത് ഇതേ വലുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഓരോന്ന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ, ഒരു കയ്യിൽ വെച്ചിങ്ങാണ്ട് ചെയ്താൽ മതി. അപ്പോൾ അതാ ഫുള്ള് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് തണുത്ത് കിട്ടണം കേട്ടോ. തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ചൂട് കൊടുക്കുന്ന ഒരു കാരണവശാലും അത് ഫില്ലാവരുത്, കാരണം നമ്മളെ ബട്ടർ അല്ലെങ്കിലേ സോഫ്റ്റാണ്. അപ്പോൾ അതൊന്നുകൂടെ മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേമാതിരിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്രീം ബണ്ണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് പോയിങ്ങാണ്ട് ആ ബെല്ലൈക്കണുമ്പോൾ ഒന്നാണ് നെക്കി കൊടുക്കണേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ എല്ലാവർക്കും കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ.